DGP റിപ്പോർട്ട് നൽകി സുജിത് ദാസ് ഗുരുതര ചട്ടലംഘനം നടത്തി എന്നാണ് DGPയുടെ റിപ്പോർട്ട്. ലിജു, ഇപ്പോൾ റിപ്പോർട്ട് DGPയുടെ റിപ്പോർട്ടിന്മേൽ ആദ്യ നടപടി സുജിത് ദാസിനെ ആദ്യം സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആദ്യ വിക്കറ്റ് വീണു എന്നാണ് PV അൻവർ പറയുന്നത്. ഇനിയും വിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ PV അൻവറിന്റെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ആർക്കൊക്കെതിരെയാണെന്ന് അറിയാമല്ലോ. അടുത്തത് ADGP ആണ്. അത് കഴിഞ്ഞാൽ ആരാണ്? അത് കഴിഞ്ഞാൽ P ശശിയാണ്. ഞാൻ അതിനു മുമ്പ് ഇവിടെ ചർച്ചക്കിടയിൽ അൻവറിന്റെ ആരോപണങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇടതുപക്ഷ പ്രതിനിധി അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പറഞ്ഞ ചില ആരോപണങ്ങളുമായി കണക്ട് ചെയ്തു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അൻവർ എന്നതൊരു CPM MLA ആണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ്യത എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അദ്ദേഹം KC വേണുഗോപാലിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി CBI അന്വേഷിച്ചു. CBI എന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. ഇന്ത്യയിൽ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ കോൺഗ്രസ് സോണിയാഗാന്ധിയും ഒക്കെ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. BJPയുടെ പ്രഖ്യാപിത ശത്രുവാണ്. അവരുടെ കയ്യിലെ കളിപ്പാവയെ അവർ ഏജൻസി അന്വേഷിച്ച് അദ്ദേഹത്തെ സമ്പൂർണ്ണമായി കുറ്റവിമുക്തനാക്കിയിട്ടും PV അൻവർ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ യജമാനന്മാരെയും തൃപ്തിപ്പെടുത്തണം. താൻ എതിർക്കുന്ന CPMകാരെ മാത്രമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അൻവർ പുണ്യാളനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ സുജിത് ദാസ് എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥ വിഷയം കിടക്കുന്നത് ഇപ്പൊ സുജിത് ദാസിലും അല്ലെങ്കിൽ മാത്രമല്ലല്ലോ. അതൊരു SP മരംമുറി കേസിൽ പ്രതി അല്ലെങ്കിൽ മരം മുറിച്ചു എന്ന ആരോപണം നേരിടുന്ന ഒരു SP തന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടി അൻവറുമായി ടെലിഫോൺ സംഭാഷണം നടത്തുകയും അതിന്റെ കാര്യം പുറത്തു വരുമ്പോൾ സസ്പെൻഡ് ചെയ്യുക എന്നത് ആദ്യ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ഇടപെടലുണ്ട്. പിന്നെ ഇപ്പോൾ അൻവർ പറഞ്ഞ സ്വർണ്ണക്കടത്ത്, സ്വർണ്ണ പൊട്ടിക്കൽ. തീർച്ചയായും അല്ല, ഞാൻ പറഞ്ഞു വന്നില്ല, പൂർത്തീകരിച്ചില്ല സ്മൃതി. അൻവർ പറഞ്ഞ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ ആ ഫോൺ സംഭാഷണം വരുമ്പോൾ തന്നെ പുറത്താക്കേണ്ട ആളാണ് സുജിത് ദാസ്. സംശയമൊന്നും വേണ്ട. ഇത്രയും ദിവസമായപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയുടെ കാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നത്. അജിത് കുമാറിനെതിരെയുള്ള ആരോപണം അതിരൂക്ഷമാണ്. P ശശിക്കെതിരെയുള്ള ആരോപണവും രൂക്ഷമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവരെല്ലാം സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയെ എല്ലാ തവണയും CPM ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈഫ് തട്ടിപ്പുണ്ടായപ്പോൾ ശിവശങ്കരനെ ബലിയാടാക്കി മുഖ്യമന്ത്രിയെ രക്ഷിച്ചു. സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടായപ്പോൾ ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് സ്വപ്ന സുരേഷിന്റെ വീട് റെയ്ഡ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചെടുത്ത് ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ബലിയാടുകളെ തിരടുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ആസൂത്രിതമായ നാടകമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. തെളിവുകൾ പുറത്തു വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ കൃത്യമായ ഒരു അജണ്ടയിലൂടെ ബലിയാടുകൾ എന്ന് ഞാൻ പറഞ്ഞ ഇവരൊന്നും പുണ്യവാളന്മാരെന്നുള്ളതല്ല, യഥാർത്ഥ സംരക്ഷകനായ മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ ഒരു നീക്കമാണ് ഈ കാര്യങ്ങളെല്ലാം. ഇപ്പൊ അടുത്ത ദിവസം ചിലപ്പോ ശശിയുടെ കാര്യത്തിലും മാറ്റി നിർത്തപ്പെട്ട തീരുമാനം ഉണ്ടായേക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ വേണ്ട ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ അന്വേഷണമാണ്. ഇത് എവിടം വരെ ഈ കാര്യങ്ങൾ പോയിരുന്നു? എത്ര കോടി രൂപ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ തട്ടിയെടുത്തിട്ടുണ്ട്, പിടിച്ചു പറിച്ചിട്ടുണ്ട്? ആരെങ്കിലുമൊക്കെ കൊന്നിട്ടുണ്ടോ? അതുപോലെ നെറ്റ്വർക്ക്, ഇത് ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ടോ? അത് ഇവരന്വേഷിച്ചാൽ മതിയോ? ഈ സംസ്ഥാനത്ത് പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു DGPയും 4 SP-മാരും അന്വേഷിച്ചാൽ പറ്റുമോ? എക്സ്റ്റേണൽ ഏജൻസി, ഞങ്ങൾ അതാണ് പറയുന്നത്. ഇവിടുത്തെ ഈ പുറത്താക്കലുകൾ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. ഇറ്റ് ഈസ് ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. പുറത്തൊരു ഏജൻസി CBI അന്വേഷിക്കണം. അതുപോലെ ഏജൻസി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ.